അണിയറയിൽ ഒരുങ്ങുന്ന ഒരു വലിയ പ്രൊജക്റ്റിൽ ഭയന്നിരിക്കുകയാണ് ചൈനയും പാകിസ്ഥാനും. പ്രൊജക്ട് വിഷ്ണു എന്നാണ് അതിൻ്റെ പേര്. ചില്ലറക്കാരനല്ല വിഷ്ണു. നമുക്കറിയാം, പുരാണങ്ങളിൽ വിഷ്ണു ഹൈന്ദവരെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഒരു ദൈവം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അത് മറ്റൊരു രൂപത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മളുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും ഒക്കെ ഭയക്കുന്നത്. അതിന് കാരണം ഇതൊരു ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണമാണ്. ഈ മിസൈൽ പരീക്ഷണത്തിൽ പലവട്ടം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൻ്റെ അവസാന പരീക്ഷണത്തിലുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. മാക് 8 ആണ് ഇതിൻ്റെ വേഗപരിധി. 11,000 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂര പരിധി. ഓരോ സെക്കൻഡിലും 4 കിലോമീറ്റർ താണ്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വേഗത. അതായത് ഇപ്പോൾ നിലവിൽ ലോകത്തുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും റഡാറുകളുമൊക്കെ കടന്നുകൊണ്ട് ഇതിന് മുൻപോട്ട് പോകാൻ കഴിയും. അവർക്ക് ഇതിനെ തടയാൻ കഴിയില്ല. സ്ക്രം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈലിൻ്റെ ഇന്ധനം കത്തിക്കാനായി വായു ഉപയോഗിക്കുന്നത് കൊണ്ട് ദീർഘനേരം ഇതിൻ്റെ വേഗത നിലനിർത്താൻ കഴിയും. ഒപ്പം തന്നെ പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യയിൽ പൂർത്തിയാക്കുന്ന ഈ ഇഞ്ചൻ ഗ്രൗണ്ട് ടെസ്റ്റുകൾ പലവട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. കര, കടൽ, വായു എന്നിവിടങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന എന്നിവർക്ക് മാത്രമാണ് ഈ ഹൈപ്പർ സോണിക് മിസൈലുകൾ ഉള്ളത്. ആ ഒരു ഗണത്തിലേക്ക് ഇന്ത്യ വരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇന്ത്യ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു മിസൈലാണ് എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ ഉറക്കം കെടുത്തുന്നത്. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത സാങ്കേതിക വിദ്യയോ ഇല്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച മിസൈലോ അല്ല, ഇന്ത്യ സ്വന്തമായി തന്നെ വികസിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇതിൻ്റെ ഒരു റേഞ്ചിൽ വ്യത്യാസമുണ്ടാകും. അതായത് 11,000 എന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇരട്ടിയിലേക്ക് ഒരുപക്ഷെ റേഞ്ച് മാറിയേക്കാം. ഒപ്പം തന്നെ ഇത് ഇന്ത്യക്ക് വളരെ അനായാസം ഇത് ഉപയോഗിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, യുദ്ധ സമയങ്ങളിലോ മറ്റും ഇല്ലെങ്കിൽ ആക്രമണ സമയങ്ങളിലും മറ്റുമൊക്കെ ആയുധ ഷോർട്ടേജുകളും മറ്റും ഉണ്ടാകാതിരിക്കാൻ ഇത് ഇടയാക്കും. ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങൾക്ക് ഇത് കൈമാറുകയാണ് എങ്കിൽ ഇന്ത്യക്ക് ആയുധ വിപണിയിൽ ഒരു മുന്തിയ സ്ഥാനം ലഭിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.